ജാതി മത ഭേദമന്യേ ഒരുപാട് ആളുകൾ ഈ ശുഭദിന സന്ദേശം കേൾക്കുന്നുണ്ട്. ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് ഇത് അയക്കപ്പെടുന്നുമുണ്ട്. അങ്ങനെ ഇടയ്ക്ക് ഈ സന്ദേശം കേൾക്കാറുള്ള ഒരു വ്യക്തി ഈ കഴിഞ്ഞ ദിവസം യാത്രയിൽ കണ്ടുമുട്ടാനിടയായി. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എത്ര ശ്രമിച്ചിട്ടും ജീവിതം ഒരു പരാജയം തന്നെയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ജീവിതം പരാജയമാണെന്ന് വിലയിരുത്താൻ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ഒരു അനുമാനത്തിലെത്താൻ, കൺക്ലൂഷനിലെത്താൻ എന്താണ് കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെടും, അത് വിജയത്തിൽ എത്താറാകുമ്പോഴത്തേക്കും അതങ്ങ് മിസ് ചെയ്യും. അങ്ങനെ അടിക്കടി പരാജയങ്ങൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചായിരുന്നു, ഈ വല്ലപ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള ഭാഗങ്ങൾ കേൾക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് കേൾക്കാറുണ്ട്. പിന്നെ ഞാൻ എല്ലാ ദിവസവും അത് കൃത്യമായിട്ട് കിട്ടുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾക്ക് അത് അയച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിത് കേൾക്കാൻ വിചാരിക്കും, എടുത്തു വയ്ക്കും, മാർക്ക് ചെയ്ത് വയ്ക്കും. പിന്നെ ചില ദിവസം വൈകിട്ട് കേൾക്കും, ചിലപ്പോൾ പിന്നീട് കേൾക്കാൻ ചോദിക്കും, പിന്നെ അതങ്ങ് വിട്ടുപോകും. അപ്പം ഞാൻ അദ്ദേഹത്തോട് 1-2 കാര്യങ്ങൾ പറഞ്ഞു. മെസ്സേജ് കേൾക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല, നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായി എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതം പരാജയമായി എന്ന് പറയരുത്. ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവും, പക്ഷെ ജീവിതം പരാജയമല്ല. ജീവിതം പരാജയമല്ല എന്നുള്ളതുകൊണ്ടാണ് പരാജയങ്ങൾ ഉണ്ടായിട്ടും ഇനിയും വിജയം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങൾ ഇനിയും പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ആ ഒരു നല്ല ദൈവത്തിന് നിങ്ങൾ നന്ദിയുള്ളവനായിരിക്കണം. കാരണം ജീവിതത്തിൽ വിടാതിരുന്നാൽ പിടിച്ചു കയറാമെന്നുള്ളൊരു ചിന്ത തന്നത് ദൈവം തന്നെയല്ലേ. അപ്പം അതുകൊണ്ട് ജീവിതത്തിലുണ്ടായ പരാജയങ്ങളുടെ ആകത്തുക ജീവിതം പരാജയമാണ് എന്ന് ജീവിതത്തെ എഴുതിത്തള്ളിക്കൊണ്ട് അനുമാനിക്കാതെ, ജീവിതത്തിലെ പരാജയങ്ങൾ നിങ്ങളെ എളിമപ്പെടുത്തുകയും ആ പരാജയങ്ങൾ പാഠങ്ങളാക്കിക്കൊണ്ട് ആ പരാജയങ്ങൾ ആവർത്തിക്കാതെ ജീവിതത്തിൽ വിജയിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ദൈവാനുഗ്രഹത്താൽ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു സംഭാഷണം ഞങ്ങളുടെ ഇടയ്ക്കുണ്ടായി. അതുപോലെ അദ്ദേഹത്തോട് എനിക്ക് പറയാൻ തോന്നിയത്, നമ്മളൊരു കാര്യത്തിൽ ഏർപ്പെടണമെന്നോ ഒരു ശൈലി മാറ്റണമെന്നോ ഒരു തെറ്റ് തിരുത്തണമെന്നോ ഒക്കെ നമുക്ക് ഒന്ന് അറിവുണ്ടായാൽ, തിരിച്ചറിവുണ്ടായാൽ, ഉള്ളിലൊരു തോന്നലുണ്ടായാൽ, 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്: അറിവ്, തിരിച്ചറിവ്, ഉള്ളിലുള്ള തോന്നൽ. അതിന്റെ കാരണം ഇത് ആത്മീയമായിട്ട് എടുക്കാം, അല്ലാതെ എടുക്കാം. അതിനെ പിന്നെ നീട്ടിവെക്കൽ. ഈ നീട്ടിവെക്കുന്നത് പിന്നീടാവാം, നല്ലൊരു സമയം വരട്ടെ, കുറച്ചും കൂടെ കഴിയട്ടെ എന്നുള്ള നീട്ടിവെക്കലാണ് നിങ്ങളുടെ ജീവിതത്തിലെ പരാജയത്തിന്റെ ഒരു പ്രധാന കാരണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ കൈ അമർത്തി പിടിച്ചിട്ട് പറഞ്ഞു, സാറ് പറഞ്ഞത് പരമമായ സത്യമാണ്. അത് സത്യമാണ്. നമ്മുടെ പലരുടെയും ജീവിതത്തിലെ ഈ തെറ്റുകൾ ആവർത്തിക്കാനുള്ള കാരണം തിരുത്താനുള്ള അറിവോ തിരിച്ചറിവോ അല്ലെങ്കിൽ ഉള്ളിലുള്ള ആ ഒരു തോന്നലോ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ നീട്ടിവെക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ തെറ്റിൽ നിന്നും പാഠങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ തെറ്റിനെ കുറിച്ച് പറയുന്നത്, എ മിസ്റ്റേക്ക് ദാറ്റ് മേക്സ് യു ഹംബിൾ ഈസ് ബെറ്റർ ദാൻ ആൻ അച്ചീവ്മെന്റ് ദാറ്റ് മേക്സ് യു അരഗന്റ് എന്നാണ്. നിങ്ങളെ വിനീതനാക്കുന്ന ഒരു തെറ്റാണ് നിങ്ങളെ അഹങ്കാരിയാക്കുന്ന ഒരു നേട്ടത്തെക്കായും നല്ലതും വലുതും എന്നുള്ളൊരു പ്രയോഗം. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായാൽ ആ പരാജയങ്ങൾ എന്തുകൊണ്ടുണ്ടായി എന്നുള്ള അറിവോ തിരിച്ചറിവോ ഒരു ഉള്ളിലുള്ള ഒരു മനസ്സിലാക്കി തരലോ ലഭിച്ചു കഴിഞ്ഞാൽ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനായിട്ടുള്ള നാട്ടപ്പട്ടികൾ ഉടനടി എടുക്കണം. ഉടനടി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഉടനെ അടിക്കാന്ന് തന്നെയാണ്. തെറ്റ് ഉടനെ മാറ്റുക, ഉടനെ തിരുത്തുക, അത് നീട്ടിവെക്കരുത്. നാളെ നീളെ ഒരിക്കലും നമുക്ക് നന്നാവാൻ സാധിക്കില്ല. അതുകൊണ്ട് നന്നാവാനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ ഉറപ്പായിട്ടും വെച്ച് 2 വഴി നമ്മുടെ മുമ്പിൽ വേണ്ടത് ഉറപ്പാണ്. 1 നന്മയുടെ വഴി, 2 തെറ്റിന്റെ വഴി. ഈ 2 വഴികളല്ലാതെ വേറെ വഴിയില്ല. ഈ 2 വഴി നമ്മുടെ മുമ്പിൽ വെച്ച് വരും. നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് നമ്മെ നല്ലവനാക്കി തീർക്കുന്നതും ജീവിതത്തിൽ വിജയിപ്പിക്കുന്നത്. അങ്ങനെ നല്ല തീരുമാനങ്ങൾ എടുത്ത് ആ തീരുമാനങ്ങൾ ആ തക്ക സമയത്ത് തന്നെ നടപ്പാക്കി ജീവിതത്തെ വിജയമാക്കി മാറ്റാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.